ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ടു മൈൻഡ് മസിൽ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ജിം ടോക്ക് എന്നുള്ളൊരു പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഞാൻ അതിലെന്ത് ചെറുതായിട്ട് എന്തിനാണ് ഇതൊക്കെ ചെയ്യണ്, ഷോക്ക് ഇറങ്ങണം, എന്തിനാണ്, എങ്ങനെയാണ് ജിം തുടങ്ങിയെന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് ഒഫീഷ്യലി ഒരു ജിം ടോക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എന്താ പറയുക എപ്പിസോഡ് അല്ലെങ്കിൽ അതെ അങ്ങനെ തന്നെ പറയാം. നമ്മൾ ഓരോ ടോപ്പിക്ക് ഓരോ ദിവസം പറയുന്നു. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജസൊക്കെ വരാറുണ്ട്. അതുപോലെ അല്ലെങ്കിൽ ജിമ്മിലത്തെ കുട്ടികൾ നമ്മളോട് ചോദിക്കാറുണ്ട് എന്ത് ഭക്ഷണമാണ് കഴിക്കണത്. ഇപ്പോൾ എനിക്ക് ഇന്നത്തെ ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് വരുന്ന മെസ്സേജാണ് എന്ത് ഭക്ഷണമാണ് കഴിക്കണത്, മെയിൻലി പ്രോട്ടീൻ എന്തൊക്കെ കഴിക്കണത്, എത്ര ഗ്രാം പ്രോട്ടീൻ എത്തിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചൊന്ന്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലിടാം, എല്ലാം കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ 1000 സബ്സ്ക്രൈബർ ആയതിന് വളരെ നന്ദി. എല്ലാവരും കുഴപ്പമില്ലാത്ത രീതിയിൽ അഭിപ്രായം പറയുന്നുണ്ട്. കുറച്ച് വർക്കൗട്ടിന് നീളം കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, എനിക്ക് എല്ലാ വീഡിയോയും കട്ട് ചെയ്യാനൊരു വിഷമം, അതാണ്. പിന്നെ എടുക്കണത് അത്ര പെർഫെക്റ്റ് ആവാത്തൊന്നുമില്ല. നമ്മൾ ഫോണിൽ എടുക്കണത് എൻ്റെ S22 ആണ്, ഇതിലാണ് ഞാൻ എടുക്കണത്. ഇന്ന് ഞാൻ കുറച്ചും കൂടി വൃത്തിയിലെടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് കിടക്കാം. എത്ര ഗ്രാം പ്രോട്ടീനാണ് എടുക്കുന്നത്, എത്ര ഗ്രാം പ്രോട്ടീനാണ് കഴിക്കുന്നതെന്നുള്ളത്. ഒരു കാർബും ഫാറ്റിനെ കുറിച്ച് പറയാറില്ല, പ്രോട്ടീന് മാത്രമേ ചോദിക്കണേ ഞാൻ കണ്ടിട്ടുള്ളൂ. ശരിയാണ്, നമ്മൾ മലയാളികൾ കാർബാണ് കൂടുതൽ എത്തണത്, കാർബ് സോഴ്സാണ് നമുക്ക് ഉള്ള ഭക്ഷണങ്ങളൊക്കെ, ശരിയാണ്. പക്ഷേ പ്രോട്ടീൻ്റെ അളവ് കുറവാണ്. പക്ഷേ നമുക്ക് 3ന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ഒരു അഭിപ്രായമുണ്ട്. ഫ്ലാറ്റിന് ഞാൻ ആദ്യം കൊടുക്കാറില്ലെങ്കിലും ഫാറ്റ് ആവശ്യത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് ഫാറ്റ് ആവശ്യത്തിന് വേണം. ഗുഡ് ഫാറ്റ് നമുക്ക് വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക പ്രോബയോട്ടിക്സ് പ്രീബയോട്ടിക്സ് ഒക്കെ ഈ ഗുഡ് ഫാറ്റ് കണ്ടൻറ്റിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഫാറ്റ് വേണം, ഓവറായിട്ട് എടുക്കാറില്ല. അതിനൊക്കെ ഒരു എൻ്റെ ഒരു അളവുണ്ട്. ഞാൻ കഴിക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് പറയുന്നത്. ബാക്കിയുള്ളവർ ഏത് രീതി എടുക്കണമെന്നൊന്നും നമുക്കറിയില്ല. ഞാനിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ റിസർച്ച്, പോഡ്കാസ്റ്റ്, മെറ്റാ അനാലിസിസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് എൻ്റേതായ രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കാം, വ്യത്യാസം ഉണ്ടാവാം, അതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ പെറ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങി ഒക്ടോബറായി കാണണം. ഒക്ടോബർ ലാസ്റ്റ് തൊട്ട് തോന്നുന്നു ഞാൻ പെറ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങിയത്. എന്നെ കാപ്പ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചത് നമ്മുടെ രാജീവേട്ടനാണ്. KAPA, കേരള അത്ലറ്റ് ഫിസിക് അലിയൻസ്, അതിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. മീറ്റിങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ പഴയ ചേട്ടന്മാരൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. 10 കൊല്ലത്തിന് ശേഷമായിട്ട് കാണുന്നത്. ഞാൻ കോമ്പറ്റീഷൻ ഇറങ്ങിയത് 2014 2014 മിസ്റ്റർ തൃശ്ശൂർ 60, മിസ്റ്റർ കേരള 60 കിലോയിൽ മിസ്റ്റർ തൃശ്ശൂർ ഫസ്റ്റ് അടിച്ചു. മിസ്റ്റർ കേരളയിൽ 60 കിലോയിൽ സെക്കൻഡ്, മൂന്നാമതായിട്ട് ഫിസിക്കെന്ന് നല്ല പറഞ്ഞിരുന്നെന്ന് എനിക്ക് തോന്നണേ, വേറെന്തോ പേരാണ് അന്നൊക്കെ. അപ്പോൾ അതിനേക്ക് ഒരു റണ്ണറപ്പ് തേർഡ് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്, തേർഡാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് എനിക്ക് ആ കിട്ടിയ ടൈറ്റിലുകൾ. അതിനുശേഷം ഞാൻ ഈ പരിപാടി നിർത്തി. കാരണം അന്നേക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റിൽ എൻ്റെ പേര് പ്രവീൺ പ്രഭാകരൻ ഏതാണ്ട് അവർ വേറെന്തൊക്കെ പേര് എഴുതി വെച്ച്. അപ്പോൾ തന്നെ മൈൻഡൊക്കെ ഡൗൺ ആയി. ഒന്നാമത് അന്നത്തെ സമയത്തൊന്നും ക്യാഷ് കിട്ടില്ല, നമുക്ക് ക്യാഷ് പ്രൈസ് പോലെ ഒന്നുമില്ല. ഇവർ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവരുടെ മാക്സിമം പറ്റാവുന്ന രീതിയിൽ. പിന്നെ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആണെന്ന് എനിക്ക് തോന്നി കാപ്പ. അവരുടെ സംസാര രീതിയും പിന്നെ എഡ്വിൻ ചേട്ടനൊക്കെ അതിലുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പോകുന്നു നമുക്ക് വിശ്വസിക്കാം. എന്തായാലും എന്നെ കണ്ടോ പറ്റാവുന്ന രീതിയിലുള്ള സപ്പോർട്ടും ഞാൻ കൊടുക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഞാൻ ഇപ്പോൾ ഡൗണാണ്, എന്നാലും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ കോമ്പറ്റീഷൻ കിടക്കുന്നത്. പെറ്റ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയതും എൻ്റെ ടെസ്റ്റോസ്റ്ററോൺ വളരെ കുറവായിരുന്നു. ഒക്ടോബറിൽ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് 2.1 താഴെ അങ്ങോട്ടുള്ളൂ, നാനോഗ്രാം പെർ ഡെസിബൽ അങ്ങോട്ടുള്ളൂ എനിക്ക്. ഞാൻ നോക്കിയപ്പോൾ ഓർമ്മയില്ല, അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. കാരണം എന്തായാലും പെറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ അത് ഇമ്പ്രൂവ് ആവും. പക്ഷേ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഞാനെപ്പോഴും ബേസായിട്ട് എനിക്ക് ആവശ്യമുള്ള പെറ്റ്സ്, ഞാൻ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല കാരണം ഇപ്പോൾ ഞാൻ ഭക്ഷണത്തിൻ്റെ കാര്യമാണ് പറയണത്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞതാണ്, കാരണം അത് എൻ്റെ ഒരു കടമയാണ്. കാരണം നമ്മൾ
ചിലർ പെറ്റ്സിൻ്റെ കാര്യമൊന്നും പറയില്ല, നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ എനിക്കങ്ങനെ പറ്റില്ല. ഞാൻ ജിം തുടങ്ങിയിട്ട് 3 കൊല്ലമായി. ഞാൻ 10 കൊല്ലത്തിന് മേലെ എക്സ്പീരിയൻസ് വർക്കൗട്ട് രീതിയിലുണ്ട്. അപ്പോൾ വർക്കൗട്ട് രീതിയിൽ ഞാൻ പോകുന്നത് എന്താ പറയുക, ഇതേപോലെ തന്നെ പല രീതിയിലും ഓരോ നമ്മുടെ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി എനിക്ക് പറ്റുന്ന ഭക്ഷണ രീതി, എൻ്റെ ശരീരപ്രകൃതിക്ക് പറ്റുന്ന ഭക്ഷണ രീതി, എൻ്റെ ഓരോ ഏജ് ആകുമ്പോഴും നമ്മുടെ രീതി ബോഡിയിൽ മാറ്റം വരുന്നതൊക്കെ ഞാൻ നോക്കിയിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഏകദേശം രൂപം വെച്ചിട്ടാണ് ഞാനെല്ലാം ചെയ്യാറുള്ളത്. വർക്കൗട്ട് പ്ലാനിൽ ഞാൻ വ്യത്യാസം വരുത്തും, എനിക്കിഷ്ടമുള്ള വർക്കൗട്ട് ഞാൻ ആഡ് ചെയ്യും, അങ്ങനെയൊക്കെയാണ് പോയിരുന്നത്. അപ്പോൾ ഞാനൊരു മീഡിയം റേഞ്ചിൽ പോയതായിരുന്നു, കുഴപ്പമില്ലാത്ത രീതിയിൽ. കാരണം പിന്നെ പ്ലാനൊക്കെ മാറിയല്ലോ, ടൈറ്റിലെടുക്കണം എന്നുള്ളൊരു മോഹം വന്നു. പിന്നെ ഏത് കൊല്ലം നമുക്ക് കിട്ടുക ചാമ്പ്യൻഷിപ്പൊക്കെ കിട്ടണമെങ്കിൽ ഒരു 6-7 കൊല്ലമൊക്കെ എടുക്കാം, കാരണം അത്രയും ബോഡി വെയിറ്റൊക്കെ എത്തണ്ടേ. ഇപ്പോൾ ഞാൻ കറൻറ്റിലുള്ളത് 66.5 അങ്ങോട്ടാണ്, സംതിങ് ആണ്. മോർണിംഗ് നോക്കിയപ്പോൾ 65 കാറ്റഗറിയിലാണ് ഇറങ്ങാൻ നോക്കണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഭക്ഷണ രീതിയിൽ കിടക്കാം. നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്, ഇപ്പോൾ എന്നോട് ചോദിക്കേണ്ട ചോദ്യമാണ് എത്ര ഗ്രാം പ്രോട്ടീൻ വേണമെന്നുള്ളത്. അതല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, പ്രോട്ടീനും കാർബും ഫാറ്റിനും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, അത് ആവശ്യത്തിനുള്ള ഇമ്പോർട്ടൻസ്. ഏറ്റവും ഇമ്പോർട്ടൻസ് കാർബ് നമുക്ക് ആവശ്യത്തിന് എത്തുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സംഭവമാണ്. 3 നേരം ഭക്ഷണത്തിലും കാർബ് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്. അതിന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഏത് കാർബാണെങ്കിലും നിങ്ങൾ വെക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എൻ്റെ അഭിപ്രായത്തിൽ സ്വീറ്റായിട്ടുള്ള രീതിയിലുള്ള കാർബ് കണ്ടന്റ് മാക്സിമം കുറയ്ക്കുക. ഫ്രാക്ടോസ് ലെവലിലുള്ള അളവ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് കുറയ്ക്കുക, അതൊക്കെ ശ്രദ്ധിക്കുക. മാക്സിമം പ്യുവർ കാർബ് കഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിൽ എനിക്ക് കുറച്ചും കൂടി സ്യൂട്ടബിളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, കഴിഞ്ഞ മാസം വരെ ഞാൻ സ്വീറ്റ് പൊട്ടേനാണ് ഉപയോഗിച്ചത്. ഞാനിപ്പോൾ ബ്രൗൺ റൈസാണ് ഉപയോഗിക്കുന്നത്. ചിലവർ ജാസ്മിൻ റൈസ്, ബസുമതി റൈസ് ഏതാச்சுം എടുക്കാറുണ്ട്, സാധാ പൊന്നി എടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ കാർബ്, പ്രോട്ടീൻ, ഫാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ പ്രോട്ടീൻ, കാർബ്, ഫാറ്റ് ഏകദേശം ഒരു ലിസ്റ്റ് ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ ഈ പ്രോട്ടീൻ, കാർബ്, ഫാറ്റിൽ ഇനി വരുന്ന പ്രശ്നമാണ് ഈ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ഏതൊക്കെയാണ് ചോദിക്കുന്നത്. 2 ടൈപ്പ് പ്രോട്ടീൻസ് മെയിൻലി ആണ് നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്നതുള്ളത്. ഒന്ന് ലീൻ പ്രോട്ടീനും ഒന്ന് നോർമൽ പ്രോട്ടീൻ ഫുഡ്സും. ഈ പ്രോട്ടീൻ ഫുഡ്സ് എന്ന് പറയുന്നതിൽ നമ്മൾ മെയിൻലി നോക്കുമ്പോൾ ഈ ചെറുപയർ, വൻപയർ, കടല, മുതിര അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൽ ഈ കാർബ് ആണ് എപ്പോഴും ഫസ്റ്റ് നിൽക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് പ്രോട്ടീൻ വരുന്നത്. അപ്പോൾ അത്രയും കാലോറി നമുക്ക് കൂടാണ്. 1 ഗ്രാം കാർബിന് 4 കലോറി, 1 ഗ്രാം പ്രോട്ടീന് 4 കലോറി, 1 ഗ്രാം ഫാറ്റിന് 9 കലോറി. അങ്ങനെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഭക്ഷണമൊക്കെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആപ്പ് മൈ ഫിറ്റ്നസ് പാൽ എന്ന് പറഞ്ഞ ആപ്പാണ്. ഇത് ഞാൻ ഇപ്പോൾ വരില്ല, ഞാനൊരു 6 മണി 7 മണിക്ക് 5:30 അങ്ങോട്ടാണ് ഞാൻ പ്രീ വർക്കൗട്ട് കഴിച്ചത്. പ്രീ വർക്കൗട്ടിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് സെയിം 50 ഗ്രാം റൈസും 115 ഗ്രാം ചിക്കനും, ബോയിൽഡ് ചിക്കൻ. ആ ബോയിൽഡ് ചിക്കൻ മാക്സിമം പറ്റാവുന്ന രീതിയിൽ അതിൽ നിന്ന് മാക്സിമം എനിക്ക് അത്ര ഫാറ്റൊക്കെ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ഞാൻ മാക്സിമം എടുത്ത് കളയും, കട്ടിങ് സമയമായത്. ഓക്കെ, അപ്പോൾ ഫിറ്റ്നസ് പാലിൽ ഇപ്പോൾ ഞാൻ കട്ടിങ് ഫേസിൽ എനിക്ക് വേണ്ടത് 1600 സംതിങ് കലോറിയാണ് എക്സ്ട്രീം കട്ടിങ്ങിൽ എനിക്ക് വേണ്ടത്. ഇപ്പോൾ മാക്സിമം എക്സ്ട്രീം ആവേണ്ട സമയമായി, 3 ആഴ്ചയും കൂടെ ഉള്ളൂ എനിക്ക്. അപ്പോൾ എക്സ്ട്രീമിന് വേണ്ടത് 1600 കലോറി. അതിൽ ഞാൻ 1500 കലോറിക്കുള്ള ഭക്ഷണം ഇപ്പോൾ കഴിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുവരെ കഴിച്ച ഭക്ഷണത്തിൽ 961 കലോറി ഭക്ഷണമാണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ കഴിച്ച വരെ കേട്ടോ, ഇനി നൈറ്റ് ഫുഡ് കൂടി ഉണ്ട്. അപ്പോൾ ഇന്ന് ടോട്ടൽ ന്യൂട്രീഷൻ എനിക്ക് ഏകദേശം കയറിയിട്ടുള്ളത് 93 ഗ്രാം പ്രോട്ടീനും 24 ഗ്രാം ഫാറ്റും കാർബോഹൈഡ്രേറ്റ് 100 ഗ്രാമും എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാർബ് എനിക്കിന്ന് വേണ്ട കാർബ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ നാളെ വർക്കൗട്ട് ചെയ്യാൻ പോണത് ലെഗാണ്. അപ്പോൾ എനിക്ക് ഇന്ന് അത്ര ഹെവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇന്നത്തെ എൻ്റെ വർക്കൗട്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, നാളേക്ക് ചിലപ്പോൾ ഒരു 150-200 ഗ്രാം കാർബ് എടുക്കും എൻ്റെ എനർജിക്ക് വേണ്ടി. എന്തുകൊണ്ടാണ് ഞാൻ കാർബിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് ഇപ്പോൾ ചിലർക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കണം. ലെഗിന് അടിക്കുമ്പോൾ നമുക്ക് മാക്സിമം എനർജി വേണം, നമ്മുടെ ഫ്യൂവൽ നന്നായി വേണം, നമുക്ക് നല്ല എനർജി വേണം, നമുക്ക് പുഷ് ചെയ്യാൻ നല്ല എനർജി വേണ്ട ഒരു ഡേ ആണ് ലെഗ് ഡേ. വലിയ മസിലാണ്, രണ്ടാമത്തെ വലിയ മസിലൊക്കെയാണ്, അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് വേണം എനർജി. അപ്പോൾ ഞാൻ ആ ഹെവി ഡേ എന്ന് പറയുന്നത് എൻ്റെ ലെഗ് ഡേ ആണ്. ലെഗ് ഡേയിലാണ് ഞാൻ ഹൈ കാർബ് ഡേ ആയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. 3 ടൈപ്പ് കാർബ് ഡേ ഉണ്ട്, ലോ കാർബ്, മീഡിയം കാർബ്, ഹൈ കാർബ്. ഇതിൽ ഞാൻ കട്ടിങ് സമയം ആയതുകൊണ്ട് ഇതുപോലെ ലോ കാർബും ഹൈ കാർബ് മാത്രം എടുക്കുന്നു, മീഡിയം എടുക്കുന്നില്ല. ഈ ലോ കാർബ് തന്നെ എനിക്ക് തോന്നണം, എൻ്റെ മൈൻഡിൽ നിന്ന് തോന്നണം എനിക്ക് ഇന്ന് ഓക്കെയാണ്, ഐ എം ഫീലിംഗ് ഓക്കെ, എനിക്ക് അധികം എനർജിയുടെ ആവശ്യമില്ല, ഇന്ന് എനിക്ക് മാക്സിമം കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കാർബ് കുറയ്ക്കും.
പിന്നെ ആപ്സ് ഡയറ്റ് അന്ന് കാർബ് കുറയ്ക്കും, റെസ്റ്റ് ഡയറ്റ് അന്ന് കാർബ് തീരെ എടുക്കില്ല, ആപ്സ് ഡയറ്റ് അന്ന് കാർബൺ എടുക്കണില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇത്. ഇപ്പം എൻ്റെക്ക് പ്രോട്ടീൻ ഉണ്ടെങ്കിൽ വേറെ സപ്ലിമെൻ്റ് ഒന്നുമില്ല. 2 ആഴ്ച അതിൻ്റെ പ്രോട്ടീൻ കഴിഞ്ഞിട്ട് എനിക്ക് ഈ പ്രോട്ടീൻ എടുക്കാനുള്ള ഒരു ഫിനാൻഷ്യലി ഞാനിപ്പോൾ അത്ര ഓക്കെ അല്ല. അതുകൊണ്ട് ഞാൻ പ്രോട്ടീൻ എടുക്കുന്നില്ല. നോ ടെൻഷൻ, ചിക്കനിന്ന് നമ്മളെടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് എത്തുന്നുണ്ട്. അതും കൂടി ഉണ്ടെങ്കിൽ ഒരു 2 സ്കൂപ്പ് എക്സ്ട്രാ എടുത്ത് കഴിഞ്ഞാൽ 25, 50 ആകുമ്പോൾ എനിക്ക് 100 സംതിങ് 150 എനിക്ക് ഡെയിലി വേണ്ട പ്രോട്ടീൻ ഉണ്ടെങ്കിൽ എത്തേണ്ടതാണ്. 175 ഗ്രാം പ്രോട്ടീനാണ് എനിക്ക് വേണ്ടത്. എനിക്കൊരു 140-30 ഒക്കെ എത്താറുണ്ട്. 130 ഇപ്പോൾ 93 എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ പോയിട്ട് 200 ഗ്രാം ചിക്കനാവും കഴിക്കുക, അതൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം. അപ്പോൾ ഒരു 30-40 ഗ്രാം കയറും. ഓക്കെ, ഇനി മാക്രോന്യൂട്രിയൻസ് പറഞ്ഞു നമ്മൾ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങളുടെ കാലോറി അറിയാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ TDEE കാൽക്കുലേറ്ററാണ്, ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ. ഓക്കെ, നിങ്ങൾക്കത് ഞാനിപ്പോൾ ഇവിടെ സ്ക്രീൻഷോട്ട് ഏതെങ്കിലും കൊടുക്കാം എൻ്റെ. ഓക്കെ, അതിൽ നിങ്ങളുടെ ഹൈറ്റ്, വെയ്റ്റ്, എത്ര ആഴ്ചയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ 6 to 7 ഡേ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ജോലി ഇതാണ്. എനിക്ക് വർക്കൗട്ട് മാത്രമല്ല, വേറെ എക്സ്ട്രാ ജോലിയൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് എക്സ്ട്രീമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ജിം ഓണറല്ല, നിങ്ങളുടെ കരിയർ ഇതല്ല, നിങ്ങളൊരു പാഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രീം ഇടാൻ പറ്റില്ല. റെസ്റ്റ് ആവശ്യത്തിന് കൊടുക്കണം. നിങ്ങൾക്ക് റെസ്റ്റ് ആവശ്യത്തിന് എത്തുന്നില്ല, നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം. ഓക്കെ, ഞാൻ അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഏകദേശം ഐഡിയ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഐഡിയകൾ പറഞ്ഞുതരാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊക്കെ ഇടാം. ഓക്കെ, അപ്പോൾ TDEയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് മെയിൻ്റനൻസിൻ്റെ കാലോറി എക്സ്ട്രീം ഞാൻ അവിടെ എഴുതി വെച്ചേക്കുക. അല്ലെങ്കിൽ ഞാൻ തോന്നിയതൊക്കെ പറയും, ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെ പറയും. ഇതിപ്പോൾ തന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഓക്കെ, അപ്പോൾ മെയിൻ്റനൻസ് കാലോറിക്ക് 2600 വേണം മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ. എക്സ്ട്രീം വെയിറ്റ് ലോസ് ആണെങ്കിൽ 1600 കാലോറി. ഇനി എക്സ്ട്രീം വെയിറ്റ് ഗെയിൻ ആണ്, ഫാസ്റ്റ് വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ 3600 കാലോറി ആണ്. അപ്പോൾ എൻ്റെ ബൾക്കിംഗ് സമയത്ത് എൻ്റെ ഇപ്പോഴത്തെ വെയിറ്റ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇത്ര വേണ്ടത്. ഇനി ഞാൻ ബൾക്കിങ് ചെയ്ത് തുടങ്ങേണ്ട സമയത്തുള്ള വീഡിയോ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്താ വരണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോട്ടീൻ്റെ കാര്യം പറഞ്ഞു. പ്രോട്ടീൻ്റെ കാര്യം, പ്രോട്ടീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി പ്രോട്ടീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ കറണ്ട് വെയിറ്റ്, നിങ്ങൾ ബോഡി ബിൽഡിംഗ് ആണെങ്കിൽ നിങ്ങളുടെ കറണ്ട് വെയിറ്റ് നോക്കുക. ഇനി നിങ്ങൾ ഫിറ്റ്നസ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഹെൽത്തി വെയിറ്റിൻ്റെ സ്റ്റാർട്ടിങ് നോക്കാം, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഫിറ്റ്നസ് നോക്കുന്ന സമയത്തൊക്കെ എൻ്റെ സ്റ്റാർട്ടിങ് വെയിറ്റ് നോക്കിയിരുന്നു. ബോഡി ബിൽഡിംഗ് ആയപ്പോൾ കറണ്ട് വെയിറ്റ് നോക്കിയിട്ടാണ് ഞാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് ഇൻറ്റു 2.5 ഞാൻ കൂട്ടുന്നതാണ്. നിങ്ങൾക്ക് 2 ഡബിൾ എടുത്താലും മതി നിങ്ങളുടെ ബോഡി വെയിറ്റിൻ്റെ. 2 to 2.5 എടുക്കാം. ഓക്കെ, ഇനി കാർബഡേ ആണെങ്കിൽ എനിക്ക് കാർബഡേ സമയത്ത് ഹൈ കാർബഡേയുടെ നിന്ന് ഞാൻ കഴിക്കുന്നത് എൻ്റെ ബോഡി വെയിറ്റ് ഇൻറ്റു 6 to 6.6 എടുക്കുമ്പോൾ എനിക്കൊരു 350 to 439 ഗ്രാം കാർബ് എടുക്കാം. പക്ഷേ ഞാനത് നോക്കിയിട്ട് എടുക്കുള്ളൂ. എൻ്റെ എനർജി, എനിക്ക് എൻ്റെ മൈൻഡ് എങ്ങനെയാണ്, എൻ്റെ മെൻറ്റാലിറ്റി എങ്ങനെയുണ്ട്, എൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത് എത്ര ഉണ്ടോ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യണത്. ഓക്കെ, ചിലപ്പോൾ എനിക്ക് കട്ടിങ് ആയതുകൊണ്ട് നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും കുറച്ച് ഡൗൺ ആയിരിക്കും. അത് നമ്മൾ പുഷ് ചെയ്യേണ്ടത്. ചില സമയത്ത് നല്ല പുഷ് കിട്ടാറുണ്ട്, ചില സമയത്ത് പുഷ് കിട്ടാറില്ല. പ്രീ വർക്കൗട്ടൊക്കെ കഴിക്കുമ്പോൾ ഒരു കിക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ പ്രീ വർക്കൗട്ട് സെപ്പറേറ്റ് എടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ സപ്ലിമെൻറ്റിൻ്റെ വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ ഹൈ കാർബ്, മീഡിയം കാർബിൽ ഞാൻ ഇപ്പോൾ എടുക്കണത് ഒരു 3 into 3 കൂട്ടും. ഇനി ബോഡി വെയിറ്റ് ഇൻറ്റു 1.5 1 to 1.5 വെച്ചിട്ടാണ് എൻ്റെ ലോ കാർബ് വരുന്നത്. അങ്ങനെയാണ് ഞാൻ ബോഡി വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തത്. ഹൈ കാർബ് ആണെങ്കിൽ 6 to 6.6, മീഡിയം കാർബ് ആണെങ്കിൽ 3, ലോ കാർബ് ആണെങ്കിൽ 1 to 1.5 റേഞ്ചിൽ എടുക്കാറുണ്ട്. ഇനി ഫാറ്റ് ആണെങ്കിൽ ഞാൻ വളരെ കുറവ് എടുക്കുള്ളൂ. ബോഡി വെയിറ്റിൽ 0.5 എടുക്കുകയാണെങ്കിൽ 0.5 എടുക്കുള്ളൂ. ഇനി അതും ഞാൻ ലെഗിൻ്റെ ദിവസം മാത്രമേ എടുക്കുള്ളൂ. അതിൻ്റെ അപ്പുറം ഞാൻ ഒന്നും എടുക്കാറില്ല. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോട്ടീൻ്റെ കാര്യം പറഞ്ഞു, കാർബിൻ്റെ കാര്യം പറഞ്ഞു, ഫാറ്റിൻ്റെ കാര്യം പറഞ്ഞു. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി വീഡിയോ ഇടണം, ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇട്ടോളൂ കേട്ടോ. ഓക്കെ, ഇനി പ്രയോറിറ്റി ഏതിന് കൊടുക്കണം ഇതൊക്കെ ഞാൻ എഴുതി വെച്ചേക്കുക. ഞാൻ ആവശ്യത്തിനുള്ള ടോപ്പിക്ക് പറയാനുള്ളൂ, വെറുതെ ബോറടിപ്പിക്കണ്ടല്ലോ. പ്രയോറിറ്റി ഏതിന് കൊടുക്കണം. ഞാൻ പെറ്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രയോറിറ്റി പ്രോട്ടീൻ തന്നെയാണ്. കാരണം ഞാൻ മാക്സിമം ലോ ഫുഡ് കഴിക്കണം, കാർബില്ലാണ്ടാകുമ്പോൾ എൻ്റെ ഗ്ലൈക്കോജൻ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ പെറ്റ്സൊക്കെ സഹായിക്കും ഏകദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ
എനിക്ക് അത്ര കാർബ് കയറ്റേണ്ട ആവശ്യമില്ല. ഇനി നാച്ചുറൽ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും കാർബ് കുറച്ച് കയറ്റിയിട്ട് നിങ്ങളുടെ എനർജി ലെവൽ, മെറ്റബോളിക് റേറ്റ് ഒക്കെ നോക്കുക. ഈ നന്നായി കാർബ് കുറഞ്ഞു കഴിഞ്ഞാൽ മെറ്റബോളിസം കുറയാൻ സാധ്യതയുണ്ട്, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഹൈ കാർബ് എടുത്തിട്ട് ഇതുപോലെ വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ നല്ല മാറ്റം വരും. നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് വരാൻ സാധ്യതകളുണ്ട്. ഓരോരുത്തരുടെ ശരീരം ഓരോ തരത്തിലാണ്. എന്നാലും ഇതൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് പറയണത്. ഓക്കെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹൈ കാർബിടെ മാത്രം എടുത്താലും മതി. ആഴ്ചയിൽ ഒരിക്കൽ ലെഗ് വരേണ്ട, ആഴ്ചയിൽ 2 ദിവസം ലെഗ് വരണ്ടെങ്കിൽ ഹൈ കാർബ് എടുക്കുക. ഇത്ര എടുക്കണ്ട. നിങ്ങളിപ്പോൾ ബോഡി വെയിറ്റ് ഇൻറ്റു 6.6 to 6.6 അല്ല പറഞ്ഞത്. നിങ്ങളൊരു 3 എടുത്ത് നോക്ക്, ഇൻറ്റു 3 എടുത്ത് നോക്ക്. എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കി നോക്ക്. നിങ്ങളുടെ TD നോക്കിയിട്ട് അതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇതൊക്കെ മനസ്സിലായാൽ കുറച്ച് സമയം എടുക്കും. ഈ കാൽക്കുലേഷനും ഡിവൈഡിങ് ഒക്കെ നിങ്ങൾക്ക് കുറച്ച് മാത്തമാറ്റിക് പരമായിട്ടൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടും. കുറച്ച് ഇതിൻ്റെ പിന്നിൽ ഇരുന്നാൽ മതി. എല്ലാ പണി അങ്ങനെ തന്നെ. ഏത് ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ വിചാരിച്ചാൽ മതി. ഓക്കെ, ഇനി അപ്പോൾ പ്രയോറിറ്റി പ്രോട്ടീനിനെ ഞാൻ മോഡറേറ്റ് കൊടുക്കാറുള്ളത്. കാർബിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ചില സമയത്ത് കാർബ് ഹൈ ആക്കണം. അതുകൊണ്ടാണ് ഞാൻ കാർബിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പ്രോട്ടീൻ പ്രയോറിറ്റി വിത്ത് മോഡറേറ്റിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. കാരണം ഇതൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പ്രോട്ടീന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും അതേട്ടാ, നോർമലി എല്ലാ ബോഡി ബിൽഡേഴ്സും പ്രോട്ടീനിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാർബ് ഇതുപോലെ നോക്കാറ്. പക്ഷേ ഞാൻ കാർബ് അങ്ങോട്ട് അപ്പാടെ ഒഴിവാക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത് പ്രയോറിറ്റി ഫസ്റ്റ് വെക്കുന്നത്. ഇതുപോലെ ടയേർഡാകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അതുപോലെ ഫാറ്റ് നമ്മൾ ഏറ്റവും ലോയിൽ വെച്ചേക്കണം. ബൾക്കിങ് സമയത്തൊക്കെ ഇതൊക്കെ മാറും കേട്ടോ. ചെറിയ തോതിൽ ഇതൊക്കെ നല്ല രീതിയിൽ മാറ്റം വരും. ഫാറ്റും കാർബും ഒക്കെ ഞാൻ ഒരേ അളവിലാണ്. ചിലപ്പോൾ കാർബും ഫാറ്റും നല്ല കൂടുതലൊക്കെ കഴിച്ചെന്ന് വരും. അത് കലോറി കൂടുതൽ കിട്ടും ഗുഡ് ഫാറ്റിൽ. അതുകൊണ്ട് ഇനി കാർബിൻ്റെ സോഴ്സ് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർബ് വേണമെങ്കിൽ എടുക്കാം. മാക്സിമം ഷുഗറൊന്നും ഇല്ലാത്തത് നല്ല ഫുഡുകൾ കാർബ് സെലക്ട് ചെയ്ത് കഴിക്കുക. ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഏതൊക്കെ നല്ലത് നോക്കുക. ഞാൻ നോർമലി കഴിക്കുന്നത് ബ്രൗൺ റൈസാണ്. ഇല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കും. ഇല്ലെങ്കിൽ പച്ചക്കറി തോനെ കഴിക്കും. പച്ചക്കറിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ ലോ കാർബ് അല്ലെങ്കിൽ നിങ്ങൾ കാർബ് എടുക്കാത്ത ദിവസം നിങ്ങൾക്ക് പച്ചക്കറി മാത്രമാക്കാം. ഓക്കെ, ഞാൻ വിട്ടുപോയി. ലെറ്റൂസും കുക്കുംബർ, ബ്രൊക്കോളി, ഇത് 3ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഞാനത് ബ്രൊക്കോളി ഒന്ന് തിളച്ചവെള്ളത്തിലിട്ടിട്ട് ഒരു 5 സെക്കൻഡ് കൊണ്ട് അപ്പം തന്നെ എടുക്കും. ലെറ്റൂസ് അരിഞ്ഞിട്ട് ഒന്ന് അലമ്പി കഴുകിയിട്ട് അത് മാറ്റി വയ്ക്കും. കുക്കുംബർ 2 എണ്ണം അരിഞ്ഞിട്ട് ഒലിവ് ഓയിൽ കുറച്ച് ഒരു പിഞ്ചിടും. ഒരു നുള്ള്, പിഞ്ചെന്ന് പറയാൻ പറ്റില്ല, ഒരു നുള്ളിടും. നുള്ളൊറ്റിക്കും. ഒരു ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഹിമാലയൻ സാൾട്ട് ഇടും. എൻ്റെ ഹിമാലയൻ സാൾട്ടൊക്കെ ഞാൻ പ്രീ വർക്കൗട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കും. ഓക്കെ, അത് കുറച്ചായിട്ട് ഞാൻ ആഡ് ചെയ്യുക. ഞാൻ അതിന് ഒരിക്കലും കാൽക്കുലേഷൻ ചെയ്യാറില്ല. ഗ്രീൻ വെജിറ്റബിൾസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാറില്ല. കൂടിപ്പോയി അത് വലിയ ബൗൾ കഴിച്ചാലും എൻ്റെ അഭിപ്രായത്തിൽ 100-150 കലോറിക്ക് മാക്സിമം വരുന്നുള്ളൂ. നല്ല വയറ് നിറയും ചെയ്യും. ഓക്കെ, അപ്പോൾ കാർബിൻ്റെ കാര്യം കഴിഞ്ഞു. പ്രോട്ടീൻസ് ലീൻ പ്രോട്ടീനാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് കട്ടിങ് സമയത്ത്. വേ പ്രോട്ടീൻ, ചിക്കൻ, ബീഫ്, മട്ടൺ, എഗ് വൈറ്റ്. മെയിനായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നത് ചിക്കനും എഗ് വൈറ്റാണ്. ഇപ്പോൾ വേ പ്രോട്ടീൻ വാങ്ങാനുള്ള കാശില്ല, ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. പിന്നെ കാർബ്, ഇനി കാർബ് പറഞ്ഞു. ഫാറ്റ് ഞാൻ നട്ട്സുകൾ, ഏതെങ്കിലും ഇഷ്ടമുള്ള നട്ട്സ്, അതും അളവ് നോക്കിയിട്ട് കഴിക്കണത്. പിന്നെ പീനട്ട് ബട്ടറൊക്കെ ഞാനിതുപോലെ ഒരു സ്പൂണ് ലെഗ് കഴിക്കാറുണ്ട്. അതാണ് എൻ്റെ മെയിൻ ഫാറ്റ് സോഴ്സ് എന്ന് പറയുന്നത്, നട്ട്സ് ഇല്ലെങ്കിൽ. ഇനി ഇതൊക്കെ അളന്ന് നോക്കണം എന്ന് പറഞ്ഞല്ലോ ഞാൻ. അപ്പോൾ അളന്ന് നോക്കാൻ നിങ്ങൾ എന്താ ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ തൊട്ട് അടുത്ത് ടൗണിൽ എവിടെയെങ്കിലും പോയി ഇലക്ട്രോണിക്സ് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഫുഡ് വെയ്റ്റ് സ്കെയിൽ കിട്ടും. അതൊന്നും അക്യുറേറ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. 300 രൂപയ്ക്ക് ഞാൻ വാങ്ങിയത്. നമ്മളൊരു വിശ്വാസത്തിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകും, അത്ര ഉള്ളൂ. നമ്മൾ വലിയ കാശ് ചിലവാക്കിയിട്ട് അതിനൊന്നും ഭയങ്കര അടിപൊളി സാധനം വാങ്ങണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഒരു ഫുഡ് സ്കെയിൽ വാങ്ങുക. അതെന്തായാലും നിർബന്ധമാണ് എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ. ഫുഡ് സ്കെയിൽ വാങ്ങാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കപ്പ് വെച്ചിട്ട് അളന്ന് നോക്കണമെങ്കിൽ അളന്ന് നോക്കാം. പക്ഷേ എൻ്റെ ഒരു റെക്കമെൻഡേഷനാണ് നിങ്ങൾ ഫുഡ് സ്കെയിൽ എന്തായാലും വാങ്ങുക. ഓരോ ഭക്ഷണവും അളന്ന് എഴുതി വയ്ക്കുക. ആദ്യം നോട്ട്സ് എഴുതി വയ്ക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഫിറ്റ്നസ് പാൽ നിങ്ങൾ ആഡ് ചെയ്യുക. നോട്ടിൽ എഴുതുകയാണെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ കിടക്കണ സമയത്തോ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടോ എല്ലാ കലോറി നോക്കുക, എല്ലാ കാർബ് നോക്കുക, എല്ലാ ഫാറ്റ് നോക്കുക, എല്ലാ പ്രോട്ടീൻ നോക്കുക. ഇതൊന്നും ആരും ചെയ്യില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. എന്നാലും ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രീതികൾ. ഇങ്ങനെയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ കഴിക്കുന്ന ഭക്ഷണം പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിക്കണമെന്ന് പറഞ്ഞു. ഡെയിലി വർക്കൗട്ട് ശേഷം പോസിങ് ചെയ്യുന്നുണ്ട്, കട്ടിങ് സമയം ആയതുകൊണ്ട്. ആഴ്ച തോറും ഞാൻ പോസിങ് ഒന്നും കൂടി പെർഫെക്റ്റാകാൻ ശ്രമിക്കുന്നുണ്ട്. ജയിക്കോ തോൽക്കോ എന്നല്ല കാര്യം, നമ്മൾ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിരിക്കണം, അതിലാണ് കാര്യം. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഒരു പരിപാടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാണ്ട് അതിൽ നമുക്ക് വെറി വേണമില്ല എന്നൊന്നും പറയണില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ ഇപ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കിട്ടും അങ്ങനെ പ്രതീക്ഷിച്ച് പോവുക. അതാണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പറയാൻ കാരണം, ഞാനിപ്പോഴും എനിക്ക് പെർഫെക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്കിനിയും ഫാറ്റ് പെർസെൻറ്റേജ് 11 to 12% ഫാറ്റായിട്ടാണ് ഞാൻ ഇരിക്കുന്നതാണ് എൻ്റെ ബോഡി എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഞാൻ ഇപ്പോൾ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് നോക്കിയിട്ടില്ല. 75 സംതിങ് വേണ്ടോന്ന് എനിക്ക് തോന്നുന്നു. 75 അണ്ടറാ, അതെ അത്ര കണ്ട വേണ്ട തോന്നുന്നു കേട്ടോ ബോഡി ബിൽഡിംഗ്. ഞാൻ മറന്നുപോയി. സെർച്ച് ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. ബോഡി ബിൽഡിങ്ങിൽ ട്രൈഗ്ലിസറൈഡിൻ്റെ എത്ര പെർസെൻറ്റേജ് എത്ര അളവ് വേണ്ടെന്നുള്ളത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്. നമ്മുടെ ഭക്ഷണ രീതികൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നാണ് ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. പറഞ്ഞതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സ്പീഡ് കൂടുതലാണെന്നറിയാം, ഞാൻ സ്ലോ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഒരു സ്ലാങ് രീതി അങ്ങനെയാണ്, ക്ഷമിക്കണം. ഇനി അടുത്ത ടോപ്പിക്ക് ആയിട്ട് പിന്നെയും വരാം. അതുവരേക്കും ബായ്, സി യു, താങ്ക് യു സോ മച്ച്.